നമസ്കാരം. ഫണ്ട് എടുത്ത് റിസ്കിച്ചിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. ഇന്നത്തെ വിഷയം നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളൊരു 4-5 ഫിനാൻസ് കമ്പനികൾ കേരളത്തിൽ പൊട്ടിയത് നമ്മൾ കണ്ടു. പൊട്ടി തകർന്ന് തരിപ്പണമായി. അതിൻ്റെ അകത്ത് ഫിനാൻസ് കമ്പനിയുടെ മുതലാളിമാര് പണം എല്ലാം നഷ്ടപ്പെട്ട് ചിലർ നാട് വിട്ടു, ചിലരെ പിടികിട്ടി. അപ്പോൾ നിക്ഷേപകർ പോലീസ് സ്റ്റേഷന് മുമ്പിലൊക്കെ തടിച്ചുകൂടിയൊക്കെ നിൽക്കുന്നു, പണം എന്ന് കിട്ടുമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ട്. ചില നിക്ഷേപ കമ്പനിയുടെ മുതലാളിമാർ പറയുന്നു, എൻ്റെ പേരിൽ ഒരു 8-10 സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലമെല്ലാം വിറ്റിട്ട് കാശ് തരാമെന്ന് പറയുന്നു. ആ സ്ഥലം എല്ലാം കൂടെ വിറ്റ് കഴിഞ്ഞാൽ 5 കോടി രൂപയ്ക്ക് പോലും ഇല്ല, നിക്ഷേപകന് തിരിച്ചു കൊടുക്കാനുള്ള 500 കോടി ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതായത് നിക്ഷേപിച്ച പണം പോയി എന്നുള്ളത്. നമ്മൾ ഇതിനകത്ത് തുടങ്ങുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ നിന്നാണ്. അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിക്ഷേപം സ്വീകരിക്കാൻ 3 കമ്പനികൾക്ക് മാത്രമേ അവകാശമുള്ളൂ. ബാക്കിയുള്ള കമ്പനികളൊന്നും നിയമാനുസൃതമായിട്ടല്ല നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അവയിൽ നിക്ഷേപിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസ്ക് നിക്ഷേപിക്കുന്നവരുടെ മാത്രമാണ്. നിങ്ങളത് ഒരു കൈവായ്പ കൊടുക്കുന്നത് പോലെ മാത്രം കൂട്ടിയാൽ മതി. ആ ഒരു സെക്യൂരിറ്റി മാത്രമേ അതിന് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഫിനാൻസ് കമ്പനികൾ അവ പലപ്പോഴും തകർന്ന് തരിപ്പണമാവുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം പറയട്ടെ. ഇതിൻ്റെ അകത്ത് ഒരു 10% താഴെ ഫിനാൻസ് കമ്പനികൾ മാത്രമേ അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ പൊളിച്ച് പോകുന്ന പരിപാടിയുള്ളൂ. ബാക്കി 90% കാര്യങ്ങളിലും നമ്മൾ മറ്റുള്ള വ്യവസായങ്ങളുമായിട്ട് മറ്റു തട്ടിപ്പുകാരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് കമ്പനി പൊളിച്ചിട്ട് പോകുന്നതല്ല. അതിനിടയ്ക്ക് ഇവർ ചിലപ്പോൾ കുറച്ചൊക്കെ അസറ്റൊക്കെ ഈ പറഞ്ഞതുപോലെയൊക്കെ കുറച്ച് എഴുതിത്തട്ടുന്നൊക്കെ ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും അവർ അറിഞ്ഞുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം പൊളിഞ്ഞു പോകണമെന്ന് ഈ മണി ചെയിൻ വ്യവസായം പോലെ ഉള്ളവർ വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കും. പക്ഷെ എങ്കിൽ പോലും ഇപ്പറഞ്ഞ ഉയർന്ന പലിശ നിരക്കിലും ഒക്കെ നിക്ഷേപങ്ങൾ അനധികൃതമായിട്ടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ പോലും അവർ പൊളിയാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അവ പ്രധാനമായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ഫിനാൻസ് കമ്പനികൾ സ്വർണ്ണപ്പണയത്തിന്റെ മുകളിൽ മാത്രം കടം കൊടുക്കുന്ന ഫിനാൻസ് കമ്പനികൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ പഴയൊരു ബിൽഡിങ്ങിന്റെ 2ാം നിലയിലോ ഒക്കെ ആയിട്ട് കുത്തിയിരിക്കുന്നുണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ കമ്പനികൾ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നടത്തുന്നതാകാം. അവരുടെ അച്ഛനും ഒക്കെ നടത്തിയിരുന്നത് തന്നെയാകാം, മകൻ നോക്കി നടത്തുന്നതാകാം, അല്ലെങ്കിൽ ഇപ്പം നടത്തുന്നവർ തന്നെ ഏകദേശം ഒരു 30-35 വർഷങ്ങളോ 40 വർഷങ്ങളോ ആയിട്ടുള്ളവരുണ്ടാകാം. അവരുടെ പോളിസീസിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ ഫിലോസഫിക്കകത്തുനിന്ന് അവർ ഒട്ടും മാറിയിട്ടില്ല എന്നും കാണാം. അതായത് അവർ വേറെ ഒരു രീതിയിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നില്ല. അവർ സ്വർണ്ണ പണ്ടത്തിന്റെ മുകളിൽ മാത്രം കടം കൊടുക്കുന്നു. കടം കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് വരുന്നു? കടം കൊടുക്കാനുള്ള പണം ഒന്നുകിൽ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കയ്യിലുള്ള പണം, അതായത് ലിക്വിഡ് ക്യാഷ് കയ്യിലുള്ളവർ ആ പണം ഉപയോഗിച്ച് കടം കൊടുക്കുന്നു. 100% സെക്യൂർഡ് ആണ്. ഈ ഒരു ബിസിനസ് അതേപോലെ തന്നെ നടന്നു പോകും. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് വലുതാകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം ലീൻ മാർജിൻസ് ആണ്. പക്ഷെ അതേസമയം തകർന്നു പോകില്ല. പക്ഷെ വലുതാകാനുള്ള സാഹചര്യം വളരെ കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയാം. നിങ്ങളൊരു ഫിനാൻസ് കമ്പനി നിങ്ങളെ അടുത്തുള്ളത് കാണുമ്പോൾ നിക്ഷേപം സ്വീകരിക്കുന്നു, സ്വർണ്ണപ്പണയം സ്വീകരിക്കുന്നോ, അല്ലെങ്കിൽ നിധി കമ്പനികൾ ഇതിൻ്റെ അകത്തോ ഉള്ളതോ, അല്ലെങ്കിൽ ചിട്ടി നടത്തുന്നോ, ഇതിൻ്റെ അകത്തൊക്കെ ഈ ഒരു ABC നിധി കമ്പനി, ABC ഫിനാൻസിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്നതിൻ്റെ താഴെ മറ്റൊരു കാര്യം കൂടി എഴുതി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സർക്കാർ അംഗീകൃതം എന്നൊക്കെ. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഇടുന്ന പണത്തിനോ ഇതിൻ്റെ അകത്തൊന്നും സർക്കാരിന്റെ സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളതല്ല. ഈ പറഞ്ഞ ഒരു കമ്പനി, അവർ നടത്തുന്ന ആ ഒരു കമ്പനി, നിധിയാകട്ടെ അല്ലെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനി ആകട്ടെ, ആ ഒരു കമ്പനി സർക്കാരിന്റെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയുമായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും രജിസ്റ്റർ ചെയ്യാറുണ്ട്. നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള പലചരക്ക് കടയാണെങ്കിലും കാണാം. അത് പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്തെങ്കിലും മാത്രമേ നിയമാനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയൂ. അത്രയ്ക്ക് മാത്രമേ ഈ സർക്കാർ അംഗീകൃതം എന്ന് പറയുന്നതിൻ്റെ അകത്ത് വിലയുള്ളൂ. അതും കേട്ടിട്ട് അതിൻ്റെ അകത്ത് പണം നിക്ഷേപിച്ചിട്ട് പണം പോയി കഴിഞ്ഞിട്ട് സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാൻ വേണ്ടി ചെല്ലരുത്, സർക്കാരിനെ കുറ്റം പറയുകയും ചെയ്യരുത്. ചില ഫിനാൻസ് കമ്പനികൾ അവർ വളരെയധികം എന്താ പറയുന്നത്, ഡെപ്പോസിറ്റ് ഹംഗ്രി ആയിട്ടുണ്ടാവും. ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടാവും. അവർ ആ ഒരു പണം എടുത്തിട്ട് മറ്റു ചില ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. ആ ഒരു പണം എടുത്തിട്ട് ചിലപ്പോൾ അവർ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു പണം എടുത്തിട്ട് ചിലപ്പോൾ ചില മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ചെയ്യുന്നത് പോലെ ചിലപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. ഇങ്ങനെയുള്ള പല ഹൈ റിസ്ക് ബിസിനസ്സുകളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. സത്യത്തിൽ കമ്പനി പൊളിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഫിനാൻസ് കമ്പനിയുടെ മുതലാളിമാർക്ക് പോലും അബദ്ധം പറ്റി തുടങ്ങുന്നത് ഇവിടുന്നാണ്. 15%-നോ 20%-നോ ഒക്കെ നിക്ഷേപത്തിന് പലിശ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലഭിക്കുന്ന പണം 100%-ആയിട്ട് ഒരു കൊല്ലം കൊണ്ട് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാത് കാലങ്ങളിൽ ഏറ്റവും അധികം റിട്ടേൺസ് ലഭിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അകത്തേക്ക് എടുത്തു ചാടും. പല നിക്ഷേപകരും ഓപ്ഷൻ ട്രേഡിംഗ് നടത്തി കൈകൊള്ളുന്ന പോലെ തന്നെ ഫിനാൻസ് കമ്പനി മുതലാളിമാർ പോലും
അനധികൃതമായി സ്വീകരിച്ച നിക്ഷേപ പണം ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്തവരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ പണത്തിന്റെ അവസ്ഥ എന്തായി കാണുമെന്ന്. 10% മാത്രം വിജയകരമാകുന്ന ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ അകത്ത് ഫിനാൻസ് കമ്പനി മുതലാളി എടുത്ത് ചാടി കഴിഞ്ഞാൽ അത് ലാഭമായിരിക്കണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതോടുകൂടി ആ പണം പോകും. ഫിനാൻസ് കമ്പനി മുതലാളിക്ക് പണം തിരിച്ചു കൊടുക്കാൻ, നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാതെയാവും. നാട് വിട്ടു പോകും, ഇല്ലെങ്കിൽ പിടിക്കപ്പെടും. എന്തായാലും നിക്ഷേപകന്റെ പണം പോയത് തന്നെ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഹൈ റിസ്ക് ബിസിനസ്സുകളിലേക്ക് ഈ പണം വെച്ച് എടുത്തു ചാടുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. മറ്റൊരു പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ലിക്വിഡിറ്റി ഇല്ലാത്ത ചതിരാത്തൊക്കെ എടുത്തു ചാടും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ അത് ലിക്വിഡിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ലിക്വിഡിറ്റി നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഒരു ഫിനാൻസ് കമ്പനി മുതലാളിയാണ്, നിങ്ങളൊരു 1 കോടി രൂപ പലരായിട്ട് നിക്ഷേപം സ്വീകരിച്ചു. ഇവരൊക്കെ ഏതൊക്കെ സമയത്ത് വന്ന് ചോദിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഒരു എക്സിജൻസി വരുമ്പോൾ, ഒരു അത്യാവശ്യ കാര്യം വരെ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവരെ തരാൻ പറ്റില്ല എന്ന് പറയുന്നതോടുകൂടി നിങ്ങളുടെ പതനം അവിടെ തുടങ്ങുന്നു. നിങ്ങൾ തരാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നും ആവില്ല. ചിലപ്പോൾ അവർ 3 മാസത്തേക്ക് 6 മാസത്തേക്ക് ഇട്ടത് പ്രിമച്ചർ ക്ലോഷർ പറ്റില്ല എന്നുള്ളതായിരിക്കും പറയുന്നത്. പക്ഷെ പറഞ്ഞ് പരത്തുന്നതും മറ്റൊന്നും ആയിരിക്കില്ല, കമ്പനിയുടെ അടുത്ത് പണമില്ല എന്നായിരിക്കും. നിങ്ങൾക്ക് ഈ പണം എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻസ് കമ്പനി മുതലാളിക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. കാരണം ആ പണം കൊണ്ടുപോയിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലായിട്ടെന്ന് വിചാരിക്കുക. ഏറ്റവും നല്ല സ്റ്റോക്കുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് കുറച്ച് കാലത്തേക്ക് താഴോട്ട് പോയേക്കാം. ആ താഴോട്ട് പോകുന്ന കാലത്താണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിഡ്രോ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടമായിരിക്കും. ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി അവിടെ വരും. ഈ ലിക്വിഡിറ്റി ക്രഞ്ചിൽ നിന്നും പലപ്പോഴും റൂമേഴ്സ് പരക്കാൻ തുടങ്ങും. ഇന്ന് ഒരു നിക്ഷേപകൻ പണം എടുക്കാൻ വേണ്ടി വന്നു, നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഈവൻ FD മെച്യൂർ ആയിട്ട് പോലും ഒരു മാർക്കറ്റ് ക്രാഷിന്റെ കാലത്താണെങ്കിൽ നിങ്ങൾക്ക് അത് ലിക്വിഡൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂട്ടത്തോടെ മറ്റു നിക്ഷേപകർ കൂടി ഫിനാൻസ് കമ്പനി മുതലാളിയെ ആക്രമിക്കാൻ വേണ്ടി വരും. കൂട്ടത്തോടെ ഉള്ള വിഡ്രോവൽസ് തുടങ്ങും. ഇവിടെ നിന്നും പതനം തുടങ്ങാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് അതും പല ഫിനാൻസ് കമ്പനി മുതലാളിമാരെയും വെട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ ഫിനാൻസ് കമ്പനി തുടങ്ങിയ പലരും ഇതൊക്കെ അറിയാതെയാണെന്ന്. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വെച്ച് പറയും, ഞാൻ കണ്ടിട്ടുള്ള പല ഫിനാൻസ് കമ്പനി മുതലാളിമാർക്കും ഈ പണം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ഫിനാൻസ് കമ്പനി തുടങ്ങിയവരാണ്. പലരും ചെറുപ്പക്കാരായിട്ടുള്ള പലരും പോലും അവർ വളരെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന നിധി ആയതുകൊണ്ട് നിധി കമ്പനികൾ തുടങ്ങി. വലിയ സിറ്റിയിലൊക്കെ ചില്ലിട്ട ഓഫീസൊക്കെ വെച്ച് AC ഒക്കെ വെച്ച് തുടങ്ങി. പക്ഷേ എങ്കിൽ പോലും ഇതൊരു മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം ആണെങ്കിൽ പോലും ഈ പണം എഫക്റ്റീവായിട്ട് ഓപ്റ്റിമൈസ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചോ ക്യാഷ് സർക്കുലേഷനെ കുറിച്ചോ ക്യാഷ് ഫ്ലോയെ കുറിച്ചോ കാര്യമായിട്ടുള്ളൊരു ധാരണകളില്ലാതെ, ഒരു റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ബഫർ അമൗണ്ട്സിനെ കുറിച്ചോ വലിയ ധാരണകളൊന്നും ഇല്ലാതെ, ഫിനാൻഷ്യൽ റേഷ്യോസിനെ കുറിച്ചും യാതൊരു ധാരണയില്ലാതെ MBA കഴിഞ്ഞിട്ടുള്ള പിള്ളേർ പോലും ഫിനാൻസ് കമ്പനി തുടങ്ങിയിട്ട് സ്വന്തം അച്ഛൻ്റെയും അമ്മേൻ്റെയും പെൻഷൻ പൈസയും കൂടി എടുത്തിട്ട് നാട്ടുകാർക്ക് സെറ്റിൽ ചെയ്യേണ്ട അവസ്ഥകൾ വളരെയധികം കണ്ടിട്ടുണ്ട്. ഇത് അപൂർവമല്ല. അപ്പോൾ ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം വിലപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് 4-5 തവണ നിങ്ങൾ ആലോചിക്കുക. 2-3% വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊത്തം ക്യാപിറ്റൽ റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങളുടെ ക്യാപിറ്റൽ 100% നിങ്ങൾ ഈ 2% പലിശയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് ചെയ്യുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഫിനാൻസ് കമ്പനികളൊക്കെ അംഗീകൃതമല്ലെങ്കിൽ പോലും അവർ നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഏത് പേരിലാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ചില ഫിനാൻസ് കമ്പനികളൊക്കെ NBFCs ഒക്കെ നിക്ഷേപം സ്വീകരിക്കാൻ അധികാരമില്ലാത്തവർ സ്വീകരിക്കുന്നത്, ചിലരൊക്കെ അത് ബോറോയിങ് ആയിട്ടാണ്, കൈവായ്പകളായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. അവരുടെ തന്നെ ചില ട്രേഡിംഗ് കമ്പനികളുണ്ടാവും. ഇപ്പം പൊളിഞ്ഞുപോയ പോപ്പുലർ ഫിനാൻസ് പൊളിഞ്ഞു പോയി കഴിഞ്ഞപ്പം അതിൻ്റെ പല റെസീറ്റുകളൊക്കെ എടുത്തു വരുമ്പോൾ പോപ്പുലർ ഫിനാൻസ് എന്നുള്ളതിന് പകരമുള്ള റെസീറ്റ് പോപ്പുലർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന റെസീറ്റാണ്. പോപ്പുലർ ട്രേഡേഴ്സിന് അഡ്വാൻസ് കൊടുത്തതിൻ്റെ റെസീറ്റാണത്. ചിലപ്പോൾ പോപ്പുലർ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പം സിമെൻറ്റ് സ്റ്റോക്കിസ്റ്റ് ആയിരിക്കാം. അപ്പം അതിന് കൊടുത്ത ഒരു പർച്ചേസ് അഡ്വാൻസ് ആയിട്ടായിരിക്കാം കണക്കാക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാൻ അർഹത ഉണ്ടെന്നുള്ളതല്ല. മറ്റു ചിലർ കൊടുക്കുന്നത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ് ആയിട്ടോ കടമായിട്ടോ ഉള്ളതുപോലെയാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മറ്റൊന്നുമല്ല, ഈ കമ്പനി പൊളിഞ്ഞു പോയിട്ട് ലിക്വിഡേറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ബാക്കിയുള്ള നീക്കിയിരിപ്പ് സംഖ്യകളും ഇവരുടെ സ്വത്തുക്കളുമൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് കിട്ടുന്ന പണം, ആ പണം കൊടുക്കാൻ വേണ്ടി ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൻ്റെ അകത്ത് വരുന്നത് ആദ്യം ഒന്നാമത്തെ കാര്യം അവിടെയുള്ള തൊഴിലാളികളുടെ പെൻഡിങ് ആയിട്ടുള്ള ശമ്പളമൊക്കെ കൊടുത്തു തീർക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് നോക്കി അടയ്ക്കാനുള്ള ടാക്സ് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും ചിലർ, അവർക്ക് കൊടുത്തു തീർത്തിട്ട് അത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. പിന്നെ ജൂനിയർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സാധാരണ രീതിയിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കൊടുത്ത പണങ്ങളൊക്കെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു അണ്ടറിലായിരിക്കും വരുന്നത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ
സത്യം പറഞ്ഞാൽ ബാക്കി മിക്ക കമ്പനികളും ലിക്വിഡൈസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ മിച്ചമുള്ള ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ടാക്സ് പോലും മുഴുവൻ എടുക്കാൻ മാത്രം ഉണ്ടാകില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവരുടെ പണം. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ പൊളിഞ്ഞുപോയ ഒരു ഫിനാൻസ് കമ്പനിക്കകത്തുനിന്നും നിക്ഷേപകർക്ക് ഒരു പൈസയും തിരിച്ചു കിട്ടാത്തത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും നാട്ടിൽ നടക്കുന്ന പല വിധത്തിലുള്ള തട്ടിപ്പുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. തട്ടിപ്പിന്റെ ഡൈനമിക്സ് പലപ്പോഴും നമുക്ക് പ്രവചിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. അപ്പം അതുകൊണ്ട് താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ പദ്ധതികളിലേക്ക് നിങ്ങൾ ചെന്നെത്തുക. 2-3% അവ കാര്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുന്നില്ല. ആ കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. അതേസമയം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൻ്റെ 100% നഷ്ടം സംഭവിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അധ്യായത്തെ നമുക്ക് വീണ്ടും കാണാൻ.